നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആക്രമണത്തിൽ കൂടുതൽ അറസ്റ്റ്. സോഡ കുപ്പിയേറിൽ പരിക്കേറ്റത് SHO ഉൾപ്പെടെ 10 പോലീസുകാർക്ക്. വിവിധ സ്റ്റേഷനുകളിൽ കസ്റ്റഡിയിലുള്ളത് 20 പേർ. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കൻ ഇടപെടൽ വൈകും. പോരാട്ടം ഒറ്റയ്ക്ക് ജയിക്കുമെന്ന് ഇസ്രായേൽ. യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇന്ന് ഇറാന്റെ ചർച്ച. 8ാം ദിവസവും യുദ്ധം അതിരൂക്ഷം. ഭാരതാംബ ചിത്ര വിവാദത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലാതെ സർക്കാരും ഗവർണറും. നിയമോപദേശം തേടി സർക്കാർ. ചിത്രം മാറ്റില്ലെന്ന നിലപാടിൽ രാജ്ഭവൻ. ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നതിൽ ഉറച്ച് ഗവർണർ. തരൂരിനെതിരെ പരസ്യ പ്രതികരണത്തിന് കോൺഗ്രസ് ഇല്ല. നീക്കങ്ങൾ നിരീക്ഷിച്ച നേതൃത്വം. വിവാദങ്ങൾക്കിടെ തിരുവനന്തപുരം വിട്ട തരൂർ. നിലമ്പൂരിൽ കണക്കുകൾ കൂട്ടിക്കിഴിച്ച് മുന്നണികൾ. അന്തിമ കണക്കിൽ പോളിംഗ് ശതമാനം 74.34. അൻവറിന്റെ വോട്ടുകൾ ബാധിക്കില്ലെന്ന കണക്കുകൂട്ടലിൽ UDF. ജയിച്ചു കയറാമെന്ന വിലയിരുത്തലിൽ LDF. CPM സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ സ്വരാജ് തിരുവനന്തപുരത്ത്. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. കേസ് സിനിമയുടെ ലാഭവിഹിതം നൽകിയില്ലെന്ന അരൂർ സ്വദേശിയുടെ പരാതിയിൽ സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കും നോട്ടീസ്. കണ്ണൂരിലെ സദാചാര കൊലപാതകത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന നിഗമനത്തിൽ പോലീസ്. കൂട്ടുപ്രതികൾക്കായി അന്വേഷണം. പ്രതികളെല്ലാം SDPI പ്രവർത്തകർ. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ്. ലീഡ്സിൽ കോഹ്ലിയും രോഹിത്തും വിരമിച്ച ശേഷമുള്ള ആദ്യ പരീക്ഷണം. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായി അരങ്ങേറ്റം. മത്സരം ഉച്ചയ്ക്ക് ശേഷം. കൊല്ലം കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സമരത്തിനിടെയുണ്ടായ അക്രമത്തിൽ കൂടുതൽ അറസ്റ്റുണ്ടാവും. SHO ഉൾപ്പെടെ 10 പോലീസുകാർക്കും സമരക്കാർക്കും ഇന്നലെ ഉണ്ടായ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. ഇവർ ചികിത്സയിലാണ്. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, സാധാരണഗതിയിൽ നമ്മുടെ പോലീസ് സേനയ്ക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അത്ര ആളുകളെയൊക്കെ ഒരു സംഘർഷഭരിതമായ അവസ്ഥയിൽ ഒഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇതിപ്പോൾ 10ലേറെ പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? രണ്ടാമത്തെ കാര്യം, എന്തിനായിരുന്നു ഈ പ്രതിഷേധം? ഇതെങ്ങനെയാണ് അക്രമാസക്തമായത്? ശ്രീജ, കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് ഈ ഒരു പ്രതിഷേധം ഉണ്ടായത്. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ നിന്നും ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗം പ്രത്യേക പ്രകടനവുമായി എത്തുകയായിരുന്നു. ഇവർ നേരെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിയത്. പോലീസ് സ്റ്റേഷനുള്ളിലേക്ക്
പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഗേറ്റ് അടക്കിയതിനെ തടഞ്ഞ സാഹചര്യമുണ്ട്. ഗേറ്റ് തടഞ്ഞപ്പോൾ തന്നെ ഉന്തും തള്ളും ഉണ്ടായപ്പോൾ ഒരു പോലീസുകാരന്റെ കൈവിരലിന് പരിക്കേറ്റുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് അവിടെ നിന്നും ഇവർ SP ഓഫീസ് ലക്ഷ്യമാക്കി പ്രതിഷേധ പ്രകടനവുമായി എത്തുകയായിരുന്നു. SP ഓഫീസിലേക്ക് എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. 3 പേരെ SP ഓഫീസിലേക്ക് ചർച്ച ചെയ്യാനായിട്ട് കടത്തിവിട്ടു. ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് ഈ പ്രകോപിതരായ ട്രാൻസ്ജെൻഡേഴ്സ് നടുറോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളം ഇവർ റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം തന്നെ നടത്തിയത്. ഈ സാഹചര്യത്തിൽ നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ട സാഹചര്യമുണ്ടായി. നൂറുകണക്കിന് വാഹനങ്ങൾ നിർത്തിയിട്ട സാഹചര്യത്തിലേക്ക് എത്തി. നമുക്കറിയാം, സ്കൂൾ വിട്ട് വരുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ കുട്ടികളടക്കുന്ന സ്കൂൾ ബസ്സും എല്ലാം നിർത്തിയിട്ട സാഹചര്യമുണ്ടായി. ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു ബൈക്ക് യാത്രികനുമായിട്ട് ഇവർ തർക്കത്തിലാകുന്നു. ഈ തർക്കം നാട്ടുകാരെ ഏറ്റെടുത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ പോലീസ് ഇടപെടുന്നു. ഈ ഒരു വിഷയം വലിയൊരു കയ്യാങ്കളിയിലേക്കും എത്തുന്നു. അങ്ങനെ പോലീസിന് അക്രമമേൽക്കുന്നു. ഈ ട്രാൻസ്ജെൻഡേഴ്സ് കുപ്പി എടുത്ത് എറിഞ്ഞ സാഹചര്യമുണ്ടായി. കൊട്ടാരക്കര SHO നെറ്റിയിൽ പരിക്കേറ്റു. അതുപോലെ തന്നെ ഒരു വനിതാ ഡ്യൂട്ടിയിലുണ്ടായ വനിതാ പോലീസിന്റെ ലാത്തി പിടിച്ച് അവരെ അടിച്ച സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു പോലീസുകാരന് പരിക്കേറ്റു. അങ്ങനെ ഏകദേശം ഒരു 10 പോലീസുകാർക്ക് നിസ്സാര പരിക്കുകളേറ്റ്. ഇവരെല്ലാം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ച സാഹചര്യമുണ്ടായി. വലിയ രീതിയിലുള്ള അക്രമാസക്തമായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം നിലനിന്നത്. ശ്രീജ, ഇത് സംഭവം 2021 നിലവിൽ ഇവർക്കെതിരെ ഒരു കേസുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ഇവർ അന്ന് രാത്രിയിൽ റോഡ് ഉപരോധിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തു. അതുപോലെ തന്നെ പോലീസ് വാഹനം തടയുകയും പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ സാഹചര്യമുണ്ടായി. ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. 7 പേർക്കെതിരെയായിരുന്നു കേസുണ്ടായിരുന്നത്. ഈ കേസ് സമൻസ് നോട്ടീസ് അയക്കുകയും വാറണ്ടായ സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇത് പ്രതിഷേധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഇവർ വീണ്ടും പ്രതിഷേധം നടത്തിയത്. എന്തായാലും ഈ പ്രതിഷേധിച്ച 20ഓളം ട്രാൻസ്ജെൻഡേഴ്സിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കും. ട്രാൻസ്ജെൻഡേഴ്സിനും പരിക്കേറ്റിട്ടുണ്ട്. അവരും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശ്രീജ, വിനേഷ്, ഈ പ്രതിഷേധം ഇങ്ങനെ രൂക്ഷമാകുമ്പോൾ തെരുവിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു തെരുവ് യുദ്ധം പോലെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അവിടെ വേണ്ടത്ര പോലീസ് ഇല്ലായിരുന്നു. ഇങ്ങനൊരു ലാത്തി പിടിച്ചു വാങ്ങി തല്ലുന്നു. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ ആ വനിതാ പോലീസിന്റെ കൈകൾക്കൊക്കെ തല്ലുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഒരു ആവശ്യത്തിന് പോലീസ് ഉണ്ടായിരുന്നില്ലേ? പോലീസ് വലിയ രീതിയിലുള്ള സമാധാനം നടത്തി. അതായത് ഇവരുമായി ചർച്ച ചെയ്ത് ഇവരെ പ്രശ്നം പരിഹരിച്ച് പറഞ്ഞുവിടാനുള്ള ശ്രമമായിരുന്നു തുടക്കം മുതലേ ഉണ്ടായിരുന്നത്. ഒടുവിൽ ദൃശ്യങ്ങൾ കാണുന്ന പോലീസുകാരെക്കാൾ ഉപരി മറ്റ് സ്റ്റേഷനുകളിൽ നിന്നും പോലീസ് എത്തിയാണ് ഇവരെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. കാരണം ഇവർ തിരിച്ച് പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. വനിതാ പോലീസിനെ അടക്കം ഇവർ മർദ്ദിച്ചെങ്കിലും പോലീസ് തിരിച്ചുള്ള ആക്രമണത്തിലേക്ക് മുതിർന്നിരുന്നില്ല. പിന്നെ CIക്ക് അടക്കം ഇവർ കുപ്പിയേറിൽ പരിക്കേൽപ്പിച്ച സാഹചര്യമുണ്ടായി. നിരവധി പോലീസുകാരെ അതുപോലെ തന്നെ ഇവർ വസ്ത്രമൂരി പ്രതിഷേധിച്ച ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2021 എടുത്ത കേസിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നൊക്കെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ SP-യുമായിട്ട് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താം എന്നൊക്കെ പോലീസ് പറഞ്ഞെങ്കിലും ഇവർ അതിന് മുതിരാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെ കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ശ്രീജ, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ കൊട്ടാരക്കരയിൽ നടന്ന പ്രതിഷേധമാണ് ഇങ്ങനെ വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് കലാശത്. ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ അക്രമമുണ്ടായി. അതിൽ കൂടുതൽ അറസ്റ്റിലേക്ക് പോവുകയാണ്. 10 പോലീസുകാർക്കും സമരക്കാർക്കും പരിക്കേറ്റിരുന്നു. ഇവരൊക്കെ ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിനെ ഇന്ന് ചോദ്യം ചെയ്യും. എറണാകുളം ACPയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുക. 2 ആഴ്ചയ്ക്കുള്ളിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് മരട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു.
നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഇത് ഈ സിനിമയ്ക്ക് പിന്നാലെ വലിയ വിവാദമായിരുന്ന ഒരു പരാതിയായിരുന്നു. സാമ്പത്തിക ലാഭം ഉണ്ടായി, പക്ഷേ അതിന്റെ വിഹിതം കൊടുത്തില്ല എന്നത്. അതിൽ എന്ത് നടപടിയിലേക്കാണ് ഇപ്പോൾ ഇന്ന് പോലീസ് കടക്കുന്നത്? ആരൊക്കെയാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുക? ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സൗബിൻ ഷാഹിറും മറ്റ് 2 നിർമ്മാതാക്കളും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഒപ്പം ഇവർ 3 പേരും ചോദ്യം ചെയ്യലിന് ഹാജരാകണം, അന്വേഷണം നേരിടണമെന്ന ഉത്തരവ് കൂടി വന്നതിന് പിന്നാലെയാണ് മരട് പോലീസ് ഇവർക്ക് നോട്ടീസ് അയച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട പറവ ഫിലിംസിന്റെ ഉടമ കൂടിയായിട്ടുള്ള നടൻ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നീ 3 പേരാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ. ഇവരോടാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതിക്കാരൻ പറയുന്നത് പ്രകാരം 7 കോടി രൂപയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയത്. ഇതിന്റെ ലാഭവിഹിതമോ മുടക്കുമുതലോ ഇതുവരേക്കും തിരികെ നൽകിയില്ല എന്നാണ് പരാതിയിൽ പറയുന്നത്. ബാങ്ക് വഴി നൽകിയ അതിന്റെ തെളിവുകളടക്കമാണ് പോലീസിന് ഹാജരാക്കിയത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഈ പരാതിക്കാരൻ പറയുന്നത് കൃത്യമാണ് എന്ന കാര്യമാണ് പോലീസിന് ബോധ്യമായത്. ഈ നിർമ്മാതാക്കൾക്കെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് പോലീസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. ഗൂഢാലോചന അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ കോടതിയിലടക്കം ഈ നിർമ്മാതാക്കൾ പറഞ്ഞത് ഈ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയിട്ടില്ല. ഈ പരാതിക്കാരനായിട്ടുള്ള സിറാജ് വലിയതുറ പണം മുടക്കിയിട്ടില്ല. ഒപ്പം ഈ സിനിമയുടെ പണം നൽകാത്തതിനു വേണ്ടി സിനിമ ഒരുപാട് നീണ്ടുപോവുകയും ഡിലേ വരികയും അഭിനേതാക്കൾക്ക് കൃത്യമായി പണം നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തിച്ചു എന്നുകൂടിയാണ് നിർമ്മാതാക്കൾ പറയുന്നത്. പക്ഷേ ഇത് കോടതി പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. കാരണം ഈ പരാതിക്കാരൻ്റെ സമർപ്പിച്ച രേഖകൾ, ബാങ്കിലെ അക്കൗണ്ടിലെ വിവരങ്ങളടക്കം പണം നൽകിയിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ഈ പറവ ഫിലിംസിന്റെ അക്കൗണ്ടിലേക്ക് അടക്കം തുക കൈമാറിയിട്ടുണ്ടെന്ന് കൃത്യമായി പോലീസിനും കോടതിക്കും ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് ഇവരിൽ നിന്നും പ്രധാനമായും തേടുക ഈ പണം നൽകിയിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഈ മുടക്കിയ മുതലോ അല്ലെങ്കിൽ ലാഭവിഹിതമോ ഈ പരാതിക്കാരന് തിരികെ നൽകാത്തത്, എത്ര രൂപയാണ് ഈ സിനിമയുടെ ലാഭമായി ബാക്കി 3 നിർമ്മാതാക്കൾക്ക് ലഭിച്ചത് എന്നീ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചോദിച്ചറിയുക. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് ഇവർ 3 പേരും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നത്. 2022 ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം തന്നെ 200 കോടി വരെ കളക്ട് ചെയ്തു എന്നാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇ.ഡി. അന്വേഷണവും ഒരു ഭാഗത്തുകൂടി നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും അന്വേഷണ സംഘം ഈ നിർമ്മാതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ശ്രീജ. ശരി നവമി, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ അവരുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വന്നിരുന്നു. ഈ ഗൂഢാലോചനയാണ് നടന്നത്, പീഡന പരാതി ആസൂത്രിതമാണ്. ഇതിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണല്ലോ. ഇവർ ആരോപണം ഉന്നയിക്കുന്നവരെ പോലീസ് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഈ കുടുംബത്തിന്റെ ആരോപണത്തിന്മേൽ ഇനി എന്ത് നടപടിയാണ് ഉണ്ടാവാൻ പോകുന്നത്? ശ്രീജ, ഉണ്ണി ദാമോദരന്റെ മകൾ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. തന്റെ സഹോദരിയുടെ ഭർത്താവ് അരുണിനെയും തന്റെ പിതാവായിട്ടുള്ള ഉണ്ണി ദാമോദരനെയും ഈ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ആളുകളുടെ പ്രവൃത്തിയാണ് ഇതെന്നാണ്. അതിൽ പ്രധാനമായും ഇവർ ആരോപിക്കുന്നത് ഉണ്ണി ദാമോദരന്റെ തന്നെ സഹോദരന്റെ മക്കൾ 3 പേരുമാണ് ഇതിൽ പ്രധാനമായും ഇവർക്കെതിരെ കേസുമായി നിൽക്കുന്നത്. അതിൽ ഈ പറയുന്ന പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പെൺ സുഹൃത്താണ് ഈ പരാതിക്കാരി. അതായത് പീഡന കേസിലെ പരാതി നൽകിയ പരാതിക്കാരി ഇവരുടെ സുഹൃത്താണ്. ഇവരെല്ലാവരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തൻ്റെ സഹോദരിയുടെ ഭർത്താവിനെയും തൻ്റെ അച്ഛനെയും കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇതിൻ്റെ തക്കതായിട്ടുള്ള തെളിവുകളും തൻ്റെ കയ്യിലുണ്ടെന്ന് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഉണ്ണി ദാമോദരൻ്റെ മകൾ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഉണ്ണി ദാമോദരൻ ഒരു ഡയാലിസിസ് ഒരു സെൻറ്റർ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ആ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ സ്വത്തുക്കൾ പുറത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഇവർക്ക് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇവർ ഇപ്പോൾ ഈ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾക്കെതിരെ നേരത്തെയും തൃശ്ശൂരിൽ പരാതി നൽകിയിട്ടുണ്ട്.
തങ്ങളെയും തങ്ങളെ കുടുംബത്തെയും മർദ്ദിച്ചതിൻ്റെ പേരിലും ഈ ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്നതിൻ്റെ പേരിലൊക്കെ കേസുണ്ട്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇവരാണ് ഇപ്പോൾ ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഇവരെ കുടുക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഉണ്ണി ദാമോദരനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മകൾ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ഈ കർണാടക പോലീസ് ഇവരെ ഈ പറയുന്ന പിടിയിലായിട്ടുള്ള വ്യക്തിയെ അരുണിനെ വിട്ടു നൽകണമെങ്കിൽ 2 കോടി രൂപ ആവശ്യപ്പെട്ടു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി മകൾ ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം അന്വേഷണ സംഘത്തിന്റെ പരിധിയിലാണ്. കൃത്യമായിട്ടുള്ള തെളിവുകളും CCTV ദൃശ്യങ്ങളും ഹാജരാക്കുമെന്നാണ് മകൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇനി എന്ത് നടപടിയായിരിക്കും ഇതിൽ സ്വീകരിക്കുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഉണ്ണി ദാമോദരൻ ഇപ്പോഴും ഒളിവിലാണ്. അരുൺ കർണാടക പോലീസിന്റെ പിടിയിലുമാണ്. ഇതൊരു വ്യാജ പരാതിയാണെങ്കിൽ അത് കൃത്യമായി തന്നെ അന്വേഷിക്കണം എന്നുകൂടിയാണ് പറയുന്നത്. പക്ഷേ ഈ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുവാനോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുവാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ അവരുടെയൊക്കെ പ്രതികരണം തേടേണ്ടിയിരിക്കുന്നു. പോലീസ് എന്തായാലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക. കർണാടക പോലീസാണ് ഈ പീഡന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനാൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും തുടർ നടപടികളുമൊക്കെ ഉണ്ടാകുകയുള്ളൂ. നവമി ദിനേശ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് നിലമ്പൂരിലേക്ക് പോകാം. ഒരു വോട്ടെടുപ്പിന്റെ പിറ്റേന്ന് നിലമ്പൂർ മൊത്തം കണക്കുകൂട്ടലാണ്. വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പ്രതീക്ഷയിലാണ് മുന്നണികളെല്ലാം. കോൺഗ്രസിനും ലീഗിനും സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇത്തവണ മുന്നണിയുടെ വോട്ടുകൾ ഒന്നാകെ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചു എന്ന കണക്കുകൂട്ടലാണ് UDFന്റെ പ്രതീക്ഷ. ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. സ്വാധീന മേഖലകൾ പിന്തുണയ്ക്കുമെന്നാണ് PV അൻവറിന്റെ പ്രതീക്ഷ. മലയോര മേഖലയിൽ നിന്നുള്ള പിന്തുണ വോട്ട് ഉയർത്താൻ സഹായിക്കുമെന്ന നിഗമനത്തിലാണ് BJP ഉള്ളത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഒരു അവസാന കണക്ക് ഏതാണ്ട് വരുമ്പോൾ 74.35% വളരെ ഭേദപ്പെട്ട അല്ലെങ്കിൽ മെച്ചപ്പെട്ടൊരു പോളിംഗ് തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയടക്കം പലതും തിരിച്ചടിയായേക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിലും അത് ഏതൊക്കെ തരത്തിലാണ് മുന്നണികളിൽ പ്രതീക്ഷയുണ്ടാക്കുന്നത്? ഇന്നത്തെ ദിവസം എങ്ങനെയാണ് മുന്നണികളെ സംബന്ധിച്ച്? 2 ദിവസം കൂടെ കഴിയണം. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവിടെ? ശ്രീജ, കണക്കുകൂട്ടലാണ് ഇനിയുള്ള 2-3 ദിവസം മുഴുവനായിട്ടും. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടെയാണ് ബൂത്ത് തല കണക്കുകൾ പാർട്ടികൾക്ക് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം നാളെ ഒരുപക്ഷെ ഇത് വിലയിരുത്താനുള്ളൊരു ആലോചന അല്ലെങ്കിൽ യോഗം ചേരുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഏറെ വൈകിയാണ് ഈ ബൂത്ത് തല കണക്കുകളുടെ ശേഖരണം കഴിഞ്ഞത്. അതിനി ക്രോഡീകരിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടെ മാത്രമേ നേതൃത്വത്തിൻ്റെ കൈവശത്തിൽ എത്തൂ എന്നാണ് നമുക്ക് അറിയുന്നത്. UDFന്റെ പ്രതീക്ഷകൾ ഇപ്പോഴും ഒരു 15,000 വോട്ടിനെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വിജയിക്കാനാകുമെന്ന കണക്കൂട്ടൽ തന്നെയാണ്. അവർ പ്രധാനമായിട്ടും അതിന് കാരണമായി പറയുന്നത് UDFന്റെ ഐക്യം തന്നെയാണ്. എല്ലാ കാലത്തും ഉള്ളതിനേക്കാൾ കൂടുതൽ ഐക്യത്തോടെയാണ് UDF ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തും നഗരസഭയും എല്ലാം തന്നെ വലിയ തോതിൽ തന്നെ UDFന് അനുകൂലമായി നിലകൊണ്ടിട്ടുണ്ട്. അവിടെ അമരമ്പലം മാത്രമാണ് LDFന് ഒരു ചെറിയ മേൽക്കൈ നേടാനുള്ള സാധ്യത എന്ന് UDF വിലയിരുത്തുന്നുണ്ട്. മറ്റ് 7 ഇടങ്ങളിലും UDFന് ലീഡ് ലഭിക്കുമെന്നൊരു കണക്കൂട്ടലുണ്ട്. അടിയൊഴുക്കുകളെക്കുറിച്ചുള്ള ചെറിയ ആശങ്കകളൊക്കെ ഉണ്ട്. അതിന് 2 തരത്തിലാണ് അടിയൊഴുക്കുകൾ. ഒന്ന്, സ്ഥാനാർത്ഥിയോടുള്ള ഒരു അതൃപ്തി. എല്ലാ കാലത്തും UDFൽ കോൺഗ്രസിൽ അത് ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ BV പ്രകാശിൻ്റെ കുടുംബത്തിൻ്റെ നിലപാടും ഒരുപക്ഷെ ചെറിയ തോതിലെങ്കിലും ഒരു സ്വാധീനം ചെലുത്തിയേക്കുമെന്ന കണക്കൂട്ടൽ. അപ്പോൾ ഈ 2 അടിയൊഴുക്കുകളെയും മറികടക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷ UDFനുണ്ട്. LDF ആകട്ടെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയുള്ള പ്രചരണം ജനങ്ങളിലേക്ക് എത്തിയെന്നൊരു കണക്കൂട്ടലുണ്ട്. അവിടെ പ്രധാനമായിട്ടും LDFന്റെ പ്രതീക്ഷ പോത്തുകല്ലും അതുപോലെ തന്നെ കരുളായി, അമരമ്പലം തുടങ്ങിയ പഞ്ചായത്തുകളിൽ മേൽക്കൈ നേടാൻ കഴിയുമെന്ന കണക്കൂട്ടലാണ് LDF ഉള്ളത്. അവർ മറ്റൊരു കാര്യം കൂടി കണക്ക് കൂട്ടുന്നത് PV അൻവർ നേടുന്ന വോട്ടുകളിൽ ഭൂരിഭാഗവും UDFൽ നിന്നാകും. അത് UDFന്റെ സാധ്യതകളെ കുറയ്ക്കും. അത് പരോക്ഷമായിട്ട് LDFന് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലും LDFനെ സംബന്ധിച്ചുണ്ട്. LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും വോട്ട് ചോരില്ല എന്നും പകരം UDFന്റെ ലീഡ് നിലനിർത്താൻ സാധ്യതയുള്ള ഇടങ്ങളിലാണ് അൻവറിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ടുണ്ടാവുക എന്നുമാണ് LDF വിലയിരുത്തുന്നത്. അങ്ങനെ നോക്കിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5000-ൽ താഴെ വോട്ടെങ്കിലും മുന്നിട്ട് LDFന് വിജയിച്ച് കയറാമെന്നും അവർ കണക്കാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജമാഅത്തെ വിഷയമൊക്കെ UDFന് ക്ഷീണം ചെയ്തിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലും അവർക്കുണ്ട്.
അൻവറിലേക്ക് വരികയാണെങ്കിൽ അൻവറിനെ സംബന്ധിച്ച് അൻവർ അവകാശപ്പെടുന്ന വോട്ട് 75,000 ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 മുകളിലെങ്കിലും വോട്ട് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അൻവറിൻ്റെ പ്രചരണം ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരുന്നത് വഴിക്കടവ്, ഇടക്കര, പോത്തുകല്ല് തുടങ്ങിയ മേഖലകളിലായിരുന്നു. അവിടെയൊക്കെ UDFന്റെ കുറേ കൂടെ സ്വാധീന മേഖലകളാണ്. അതിനു പുറമെ LDFന്റെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇടങ്ങളായ അമരമ്പലത്തും കേരളയിലും ഒക്കെ അൻവറിൻ്റെ പ്രവർത്തനവും ആ മേഖലകൾ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. അപ്പോൾ രണ്ടിടത്തുനിന്നും അൻവർ വോട്ട് ശേഖരിക്കും. അത് ആർക്കെല്ലാം ക്ഷീണമുണ്ടാക്കുമെന്നുള്ളത് കൗണ്ടിങ്ങിൽ മാത്രമാണ്, ഫലം വരുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാനാവുക. എന്നിരുന്നാൽ തന്നെ ഞാനിപ്പോൾ മടങ്ങിയെത്താം. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M സ്വരാജ് തിരുവനന്തപുരത്ത് LDF എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു LDF കൺവീനർ അഭിപ്രായം പറയുന്നുണ്ടാവുമെന്ന്. LDFന്റെ ഒരു വിലയിരുത്തലും മറ്റും അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ല. ഇന്നലെ രാവിലെ മണ്ഡലത്തിൽ നല്ല മഴയുണ്ടായിരുന്നു, പരക്കെ മഴയുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ കുറവ്. അതും അന്തിമമായ കണക്കാണോ, ഫൈനലൈസ് ചെയ്താണോ, ഇനിയും അതിലെന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഞാനത് അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ കാരണം കൊണ്ടായിരിക്കും തോന്നുന്നു നേരിയ കുറവുണ്ടായിട്ടുണ്ടാവുക. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ ആധികാരികമായിട്ട് പറയാനാവില്ലല്ലോ. ഞാൻ ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ പ്രതികരിച്ചിരുന്നു. അത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. നല്ല പ്രതീക്ഷയാണ്, നല്ല വിജയപ്രതീക്ഷയാണ്. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും LDFന് മികച്ച വിജയം നിലമ്പൂര് നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. ഈ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്തെങ്ങും അങ്ങനെ ഒരു പ്രതികരണമേ ഉണ്ടായിട്ടില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പില് ഏതാണ്ട് 20 ദിവസം പ്രചരണ രംഗത്ത് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ഇടപെടുകയിരുന്നല്ലോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ. ഞാൻ മാത്രമല്ല, LDF പ്രവർത്തകരും എല്ലാ ജനങ്ങളുമായിട്ട് ഇടപെടുകയാണ്. പക്ഷേ എവിടെയും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ, നിങ്ങൾ ചോദിച്ചതുപോലെ സർക്കാർ വിരുദ്ധ വികാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാർ നടപടികളോടുള്ള വിപ്രതിപത്തിയോ ഉണ്ടായിട്ടേയില്ല. മറിച്ച് പല കാര്യങ്ങളിലും ഇപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, ലൈഫിൽ വീട് കിട്ടിയിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും അത്തരം കാര്യങ്ങൾ ഇനിയും കൂടുതൽ ശക്തമായിട്ട് നടത്തണം എന്ന അഭിപ്രായം പറയുകയും ചെയ്യുന്ന അനുഭവമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ്. അതെല്ലാം ഏതെങ്കിലും തരത്തിൽ വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ നടത്തി നോക്കിയ ഒരു പരിശ്രമം, അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിൽ മറ്റേ പാർട്ടി സെക്രട്ടറി തന്റെ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചു, വ്യക്തത വരുത്തി. അതിനുശേഷം സാന്ദർഭികമായി മുഖ്യമന്ത്രി ആ ചരിത്ര പശ്ചാത്തലമെല്ലാം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തത വരുത്തിയിരിക്കുന്നു, കൃത്യത വരുത്തിയിരിക്കുന്നു. അതോടുകൂടി ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്കും പ്രചരണം നടത്തുന്നവർക്കും അവര് നിസ്സഹായരായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതൊന്നും വേറെ ഏതെങ്കിലും തരത്തില്ല. പ്രചരണം നടത്തുകയാണെന്ന് പറയുമ്പോഴും പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. താത്വികമായ എല്ലാ കാര്യത്തെയും ഗ്രഹിച്ച് നന്നായി പറയുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചു പറയുകയാണ്, ഞങ്ങൾ 97-ൽ അങ്ങനെ ഒരു ബന്ധം നടത്തിയിട്ടുണ്ട്, 97-ലും 96-ലും ഒക്കെ അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയ കാര്യങ്ങൾ പറ്റില്ല എന്ന് എന്തിനാണ് ഞങ്ങൾ പറയുന്നത്? അത് തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് വേണ്ടി പോകുന്ന ആൾക്കാരാണ്. അല്ല, അദ്ദേഹം അത് വിശദീകരിച്ചു. ടെൻഷൻ തോന്നുന്ന കാര്യമാണോ? അല്ല, നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ടെൻഷൻ അനുഭവപ്പെടുന്ന പ്രകൃതക്കാരനല്ല ഞാൻ. പ്രത്യേകിച്ച് ഗോവിന്ദൻ മാഷയുടെ വാക്കുകൾ സംബന്ധിച്ച് ഒരു തെറ്റായ പ്രചരണത്തിന് അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന നില വന്നപ്പോൾ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചിരിക്കുന്നു. കൃത്യവും വ്യക്തവും കാര്യമാത്ര പ്രസക്തവുമായി അദ്ദേഹം അത് വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയില്ല. ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അതിൽ കൃത്യമായി യാതൊരു വിധത്തിലുള്ള അവ്യക്തതയും ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ജനങ്ങളുടെ മുൻപാകെ എല്ലാം വളരെ വ്യക്തമാണ്. യാതൊരു അവ്യക്തതയും ആ കാര്യത്തിലില്ല. നമ്മളതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി അങ്ങനെ വ്യക്തവും കൃത്യവുമായി പറയുമ്പോഴും പാർട്ടി സെക്രട്ടറി ആദ്യം പറഞ്ഞത് പൊതുമനസ്സിലുണ്ട്, അത് പിന്നെ പാർട്ടി സെക്രട്ടറി തിരുത്തി പറയുമ്പോഴും പാർട്ടി സെക്രട്ടറി വളരെ ദേഷ്യ മുഖഭാവത്തോടുകൂടിയാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതാണ്. അത് അത്ര ബോധമില്ലായ്മയുടെ ഒരു ഭാഷയായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് മുഖഭാവത്തെക്കുറിച്ചൊന്നും പറയുന്നത് മനസ്സിലാവുന്നില്ല.
മാഷ് ഓരോരുത്തർക്കും ഓരോ മുഖഭാവമല്ലേ, ഇപ്പൊ എല്ലാവർക്കും ഒരേ മുഖഭാവമായിരിക്കില്ല. പക്ഷെ മാഷ് വളരെ ഹൃദ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. മാഷയുടെ ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നത്. ഞാനതൊന്നും പൂർണ്ണമായി ഈ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ കാണാൻ പറ്റിയിട്ടില്ല. ആ ഇന്റർവ്യൂ UDF-ന്റെ ഒരു പ്രചരണത്തിന് ഉപയോഗിക്കപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഗോവിന്ദൻ മാഷ് തന്നെ ആ കാര്യം വിശദീകരിച്ചിരിക്കുന്നു. ആ വിശദീകരണത്തിൽ നമുക്കിപ്പോൾ നിൽക്കാം. ആ വിശദീകരണം അദ്ദേഹം കൃത്യമായി നടത്തി കഴിഞ്ഞു. പാർട്ടി നേതാവ് കൂടിയായ മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞും കഴിഞ്ഞു. ഇനി എന്ത് വ്യക്തതയാണ്? ഇനി യാതൊരു വിധത്തിലും പ്രസക്തി ഇല്ലാത്ത ഒരു ചർച്ചയിലോ വിവാദത്തിലേക്കോ നമ്മൾ പോകേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വേറൊന്നുമില്ലല്ലോ. അപ്പോൾ കാണാം. ഓക്കെ, ശരി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M. സ്വരാജ് ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയത്. ഇന്നലെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞാണ് ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സ്വരാജ്. പ്രതീക്ഷയുണ്ട്, മറ്റ് വിവാദങ്ങളൊന്നും അതിനെ ബാധിച്ചതായി കാണുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക തനിക്കില്ല എന്നതാണ് സ്വരാജ് പറഞ്ഞത്. അതേസമയം നിലമ്പൂരിൽ ഒരു 15,000 വോട്ടിനെങ്കിലും UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ രാവിലെ ന്യൂസ് 18-നുമായി സംസാരിച്ചു. PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ UDF-ന് തിരിച്ചടിയാവില്ല. അൻവർ വിഷയം തൽക്കാലം UDF ചർച്ച ചെയ്യുന്നില്ലെന്നും അനിൽകുമാർ പ്രതികരിച്ചു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. അവസാന കണക്കുകളൊക്കെ വരുമ്പോൾ എത്രമാത്രം കണക്കൂട്ടലുണ്ട് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ 15,000 വോട്ടിന് മുകളിലുള്ള ഭൂരിപക്ഷമാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഞങ്ങളുടെ ചില കണക്കുകൂട്ടലുകൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടാവും. ഏതെല്ലാം പഞ്ചായത്തുകളിലായിരിക്കും നമുക്ക് മേൽക്കൈ ഉണ്ടാകും? UDF-ന് ശക്തമായ അടിത്തറയുള്ളതാണ് 8 പഞ്ചായത്തും. പക്ഷേ പല ഘട്ടങ്ങളിലും പല കാരണങ്ങൾ കൊണ്ടാണ് വോട്ട് ഞങ്ങൾക്ക് പൂർണ്ണമായി അത് UDF-ന് ലഭിക്കാത്ത പല ഘടകങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത് വഴി UDF-ന്റെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യുകയും LDF-നെതിരായ ഒരു വികാരം ജനങ്ങൾക്കിടയിൽ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായി എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ ലീഡ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. വഴിക്കടവ്, അമരമ്പലം, കരുളായി, പോത്തുകല്ല് ഈ മേഖലകളിലൊക്കെ അൻവറിൻ്റെ പ്രവർത്തനം കുറേ കൂടി ആഴത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ നിന്നൊക്കെ UDF വോട്ട് ചോരാനുള്ള സാധ്യതയുണ്ട്. വഴിക്കടവ്, അതുപോലെ മൂത്തേടം, ഈ പറഞ്ഞതുപോലെയുള്ള എടക്കര, ചുങ്കത്തറ, പോത്തുകല്ല് എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ ആദ്യം ലീഡ് പ്രതീക്ഷിച്ചാണ്. അമരമ്പലം, നിലമ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾക്കൊരു അല്പം ആശങ്കയുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിലമ്പൂരിലൊക്കെ പോളിംഗ് കാണുമ്പോൾ ഞങ്ങൾ നിർബന്ധമായി 8 പഞ്ചായത്തിൽ ഞങ്ങൾ ലീഡ് ചെയ്യും. പിന്നെ അൻവറുമായി ബന്ധപ്പെട്ട വോട്ടിൻ്റെ കാര്യത്തിൽ അത് ഞങ്ങൾ ആദ്യം തൊട്ട് പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യമാകും. ആ വോട്ട് ഉണ്ടാക്കുന്ന നഷ്ടം CPM-നായിരിക്കും, LDF-നായിരിക്കും. UDF-ന് അതൊരു രീതിയിലും ബാധിക്കില്ല. UDF-ന് ഒരു വോട്ടും അൻവറിന് നേടാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ 1-2 വോട്ടുകളുടെ കാര്യത്തിലല്ല, ഞാൻ പറയട്ടെ, പൊതുവായി എടുത്തു കഴിഞ്ഞാൽ LDF-നായിരിക്കും. ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് LDF വോട്ടുകൾ ചോർച്ച ഉണ്ടാക്കുക അല്ലാതെ UDF-ന് ഒരു പ്രയാസവും ഉണ്ടാക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. 2016-ലും 2021-ലും കോൺഗ്രസിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചിരുന്നു. ഇത്തവണ ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടെന്ന് പറയുമ്പോഴും ഇത്തവണയും അത്തരത്തിൽ എന്തെങ്കിലും അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കുന്നു? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF, കോൺഗ്രസ് മാത്രമല്ല, മുസ്ലിം ലീഗ് ഉൾപ്പെടെ UDF-ലെ ഘടകകക്ഷികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ് എതിരായിട്ടുള്ള ഒരു ജനവികാരം ഇന്ന് ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഘടകങ്ങളും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷം ഇവിടെ കിട്ടും. ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു. ജമാഅത്തെ ഇസ്ലാമിൻ്റെ വിഷയം, അതുപോലെ അവസാനം ഗോവിന്ദൻ മാഷുടെ പ്രസംഗത്തെ ചർച്ചയെ തുടർന്നുള്ള വിഷയം, ഇതൊക്കെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുമോ അതോ ഏതായിരിക്കും തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യമായിട്ടുണ്ടായിരിക്കുക? ഗോവിന്ദൻ മാഷുടെ പ്രസ്താവന ശരിക്കും തെരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം CPM BJP ബന്ധം, BJP എന്നതിൽ കവിഞ്ഞ് RSS ബന്ധം, അത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസും UDF-ഉം പറയുന്ന കാര്യങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. അത് വലിയ ഞെട്ടലാണ് വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അതിനെതിരെയുള്ള പ്രതിഷേധം, ആ ഒരു ബന്ധത്തിനെതിരായുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവും. അത് UDF-ന് അനുകൂലമാവും. BJP-യിൽ നിന്ന് CPM-ലേക്ക് വോട്ട് ചോരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ട് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല. BJP-യുമായിട്ട് നിലവിൽ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബന്ധത്തിൻ്റെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായിട്ട് വേണം കാണാൻ. ഇത്
വെറും വാക്ക് പറഞ്ഞതല്ല, ഒരു പാഴ്വാക്ക് പറഞ്ഞതല്ല, ഒരു അബദ്ധം പറഞ്ഞതല്ല. ആസൂത്രിതമായി BJP CPM ബന്ധത്തിൻ്റെ തുടക്കമായിട്ട് ഗോവിന്ദ മാസ്റ്ററുടെ വാക്കുകളെ കാണണം. ഒറ്റ കാര്യം കൂടി, അൻവറുമായിട്ടുള്ള ഒരു വലിയ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കുറെ കൂടി എളുപ്പമായിരുന്നില്ലേ? അത് പ്രശ്നം കൈകാര്യം ചെയ്ത് എവിടെയെങ്കിലും ഒരു തിരുത്തു വരുത്തുന്നു തോന്നുന്നു. അല്ല, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ച് ഏത് തെരഞ്ഞെടുപ്പും ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അത് എത്ര വോട്ടിന് ലഭിക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ, വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും ഗൗരവത്തോടു കൂടി, ആ ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് മറ്റ് സ്വാധീനങ്ങളൊന്നുമല്ല. UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നുള്ളതിന് ആ പ്രയോറിറ്റി ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ വിജയിക്കും. UDF-ലേക്ക് തിരിച്ചെത്താൻ അല്ലെങ്കിൽ എടുക്കുന്ന പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടാകും? അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല. ഒരുപാട് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചൊരു വിഷയമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം ഇനിയിപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് UDF. അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളുമാണ് AP അനിൽകുമാർ വിശദീകരിച്ചത്. വിജിത് കുമാറിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വിജയസാധ്യത അല്പസമയത്തിനകം ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് വിലയിരുത്തുക. ബൂത്തുകളിൽ നിന്ന് മണ്ഡലം കമ്മിറ്റി ശേഖരിച്ച് ക്രോഡീകരിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലാവും വിലയിരുത്തൽ. നേരിയ മാർജിനെങ്കിലും സ്വരാജ് ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM ഉള്ളത്. നേരത്തെ സ്വരാജും സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. RSS ബന്ധം സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശവും രാജ്ഭവനും സർക്കാരുമായുള്ള പോരും ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായേക്കും. ഇടവേള. അമ്മ പറഞ്ഞു സമരിൽ മുട്ട കടിക്കരുത്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ ശശി തരൂരിന്റെ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന വിമർശനങ്ങൾക്ക് തൽക്കാലം മറുപടി നൽകേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പരസ്യ പ്രതികരണങ്ങൾ നടത്തി തരൂരിനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്നാണ് തീരുമാനം. അതേസമയം തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നത്. ലേഖന വിവാദത്തിനും വിദേശ പര്യടനത്തിനിടയിലെ മോദി സ്തുതിക്കും പിന്നാലെ പാർട്ടി അഭിമാന പോരാട്ടം നടത്തുന്ന നിലമ്പൂരിലെ വിധി ദിനത്തിൽ നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് തരൂർ നടത്തിയ പ്രതികരണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ബോധപൂർവമായ നീക്കമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. പാർട്ടിയോട് അനിഷ്ടമില്ലെന്ന് പറയുകയും നേതൃത്വത്തിനെതിരെ തുടർച്ചയായി കടന്നാക്രമണം നടത്തുകയും ചെയ്യുന്നതാണ് തരൂരിൻ്റെ നീക്കങ്ങളിൽ അഭ്യൂഹങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണം ലഭിച്ചില്ലെന്ന തരൂരിൻ്റെ പരിഭവം താരപ്രചാരകരുടെ പട്ടിക പുറത്തുവിട്ട് അടിസ്ഥാനരഹിതമെന്ന് നേതൃത്വം പ്രതിരോധിക്കുമ്പോഴും പരസ്യ പ്രതികരണത്തിന് മുതിർന്ന നേതാക്കൾ തയ്യാറാകാത്തത് ഹൈക്കമാൻഡ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലെന്നാണ് സൂചന. തരൂരിനെ പ്രവർത്തക സമിതി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നതുൾപ്പെടെ കടുത്ത അച്ചടക്ക നടപടിക്ക് ദേശീയ നേതൃത്വം തയ്യാറാകണമെന്ന നിലപാടിലാണ് സംസ്ഥാനത്ത് നിന്നുള്ള ഒരു വിഭാഗം നേതാക്കൾ. എന്നാൽ തരൂരിനെതിരെ തിടുക്കത്തിൽ നടപടിക്ക് മുതിർന്നാൽ BJP അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. അതേസമയം നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന ശശി തരൂരിൻ്റെ തുറന്നു പറച്ചിൽ ഇനിയും തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയായാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ കരുതുന്നത്. നയതന്ത്ര രംഗത്തെ ഉന്നത പദവിയിലേക്ക് ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഏറുന്നതിനിടയിലാണ് റഷ്യൻ സന്ദർശനത്തിനായി തരൂർ തലസ്ഥാനം വിട്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.